പിറ്റേ ദിവസത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പതിവ് പോലെ ഞങ്ങൾ തലേ ദിവസം ഞങ്ങളുടെ കിളിമാനൂരുള്ള കുടുംബ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഞങ്ങളുടെ ചേച്ചിയാണിത്, രാധാമണി ചേച്ചി, കുളത്തൂപ്പുഴയാണ് ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ ചേച്ചി അവിടെ നല്ല അടിപൊളി കർപ്പൂരമാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ വന്ന വരവാണ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ മാങ്ങാ തീറ്റിയിൽ പങ്കാളിയായി. അപ്പോൾ തുടക്കം തന്നെ നല്ല അടിപൊളി പഴുത്ത മാങ്ങ, പൂളി എങ്ങോട്ട് തരുമല്ലേ, അപ്പോൾ കഴിച്ചാൽ പോരെ. അങ്ങനെ എല്ലാവരും കൂടെ ആസ്വദിച്ച് കഴിക്കുന്ന ആ മാങ്ങാ തീറ്റിക്കകത്ത് ഞങ്ങളും അങ്ങ് ചേർന്നു. അപ്പോൾ അങ്ങ് എൻ്റെ വീഡിയോ എടുപ്പ് ഇവിടെ തുടങ്ങിയതാണ്. ഇനി 2 ദിവസം ഫുള്ളും വീഡിയോ എടുപ്പായിരിക്കും. എല്ലാവരും കൂടെ കൂടുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭവം തന്നെ അല്ലേ. കണ്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുള്ള മാങ്ങാ തീറ്റിയാണേ. പിന്നെ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ അവിടെ കളിച്ച് തിമർക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തൊലിയൊക്കെ ചെത്തി പൂളിക്കൊണ്ടിരുന്ന. ഞാൻ പറഞ്ഞു എനിക്ക് തൊലി ഇഷ്ടമാണ്, തൊലി എത്താതെ കഴിക്കുന്ന നല്ലതെന്നും പറഞ്ഞ് പിന്നെ ചേച്ചി അങ്ങനെ ഒരെണ്ണം എടുത്ത് തൊലി എത്താതെ അവിടെ പൂളി വെച്ചു. അതേതായാലും കാര്യമായി കേട്ടോ. തൊലി എത്താത്തത് വേറെ ആരും കഴിച്ചില്ല. അങ്ങനെ എനിക്ക് ആ മാങ്ങ മുഴുവനും എനിക്ക് തന്നെ കിട്ടി, അവർക്കാർക്കും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മേടിക്കുന്ന മാങ്ങയാണെങ്കിൽ തൊലി ചെത്തി കഴിക്കണം, ശരിയാണ്. പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാകുമ്പോൾ നമുക്ക് ചില മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും തൊലി ചെത്താതെ കഴിച്ചാലും. അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ആ മാങ്ങ ഫുള്ള് എനിക്ക് മാത്രം കിട്ടിയത്. ഓരോരുത്തരും തൊലി ചെത്തി മാങ്ങ പൂളി ഇടുന്നത് ധൃതി ആയതുകൊണ്ട് മാങ്ങയോടെ മേടിച്ച് കഴിച്ചു. അങ്ങനെ നല്ല രസമായിരുന്നേ. അപ്പം കുഞ്ഞുങ്ങളെല്ലാം ഒരു സൈഡിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ തലേ ദിവസത്തെ കുറേ വിശേഷങ്ങൾ. ഇത് കണ്ടോ, രാമാവൻ ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കാമെന്നാണേ. വീഡിയോ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് രാമാവൻ ചേട്ടൻ മാങ്ങ തിരിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നല്ലോ ഞാൻ വീഡിയോയിൽ ഇടുമെന്ന്. ഞാൻ എന്തായാലും ഇതും കൂടെ ഇടുവാണ് കേട്ടോ രാമാവൻ ചേട്ടാ. അങ്ങനെ പാവം അതിനെ മാങ്ങ തിന്നാനും സമ്മതിച്ചില്ല. ഉടനെ ഓടിച്ചെന്നു. അവിടെ ദേ മാങ്ങാപ്പാത്രം കണ്ടോ, കാലിയാവാറായി. ഇതേ ഞാൻ പറഞ്ഞില്ലേ, തൊലി എത്താതെ വെച്ച മാങ്ങ ആർക്കും വേണ്ട. അങ്ങനെ ഞാനത് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഏതായാലും ആർക്കും അത് ഇഷ്ടപ്പെടാഞ്ഞത് കാര്യമായി. ചേച്ചി വീണ്ടും അങ്ങനെ ഒരു സെറ്റ് മാങ്ങ തീർന്നു, വീണ്ടും മാങ്ങ വരുത്തി. കിട്ടാത്തവർക്കെല്ലാം പൂളി കൊടുത്തു. ഇങ്ങനെ ഒരാളുള്ളത് കുട്ടമ്പേരാണെങ്കിൽ അമ്മ ഇതുപോലെ പൂളിയിട്ട് തരും. അപ്പോൾ ഇവിടെ വന്നപ്പം അമ്മയ്ക്ക് പകരം ചേച്ചി ഞങ്ങൾക്കെല്ലാം പൂളി തന്നു. അപ്പോൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ എടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം എൻ്റെ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, അർജുൻ എന്ന് പറയുന്ന ഒരു കണ്ണൻകുട്ടൻ്റെ ഉപനയനമായിരുന്നു. അപ്പം വെറും കണ്ണൻകുട്ടൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ദേവകീർത്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ അർജുൻ എന്ന് എടുത്തു പറഞ്ഞത്. അതായത് ഞങ്ങളുടെ വേറൊരു ചേച്ചിയുടെ മകളുടെ മകനാണിതാ. ഇവരാണ് അമ്മയും മോളും. കളിച്ച് തളർന്നിരിക്കുക. അപ്പം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ നന്ദൂസും ഹരിക്കുട്ടനും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ അച്ചമ്മയെ കാണാൻ മുമ്പൊരിക്കൽ വന്നു. ഇവൻ്റെ അച്ചമ്മയുടെ ചേച്ചിയാണ് ഞങ്ങളുടെ ചിറ്റമ്മ കേട്ടോ. അങ്ങനെ ഒരു ബന്ധവും കൂടെ ഹരിക്കുട്ടനും നന്ദൂസിനും ഒക്കെ ഉണ്ട്. അപ്പം ഇവൻ അച്ചമ്മയെ കണ്ടിട്ട് കുറേ നാളായി. അങ്ങനെ കാണാൻ വന്നപ്പം പ്രശാന്തും ഗോപികയും അവൻ്റെ പെങ്ങളും അളിയനുമാണ്. അപ്പം ഗുജറാത്ത് ബ്ലോഗ്സിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതായത് ചിറ്റമ്മയുടെ കൊച്ചുമോള്, മോൻ്റെ മോളാണ് ഗോപിക. അപ്പോൾ ഗോപികയുടെ അവിടെയാണ് ഞങ്ങൾ ഗുജറാത്തിൽ പോയത്. ഗോപികയും പ്രശാന്തും അവൻ്റെ ആലുവയിലെ വിശേഷങ്ങളും അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഭയങ്കര താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അളിയനോടെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും അവൻ. അങ്ങനെ അവരവിടെ ഇരുന്ന് അളിയനും കൂടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കളി എപ്പോഴും തീർന്നിട്ടില്ല. അങ്ങനെ ഞാൻ അവരുടെ അടുത്തോട്ട് പോന്നു. എല്ലാ ഉടുപ്പ് ഊരി കളഞ്ഞല്ലേ, ഉടുപ്പിട്ട് തുടങ്ങിയത് ക്ഷീണിച്ചു പോയി. ഏർത്തൻ എല്ലാവരും കൂടെ കൂടുമ്പോൾ പിള്ളേർക്കൊരു രസം. ഇവനാണ് നമ്മുടെ താരം ഇല്ലേടാ, നാളത്തെ താരം അർജുൻ. കോലം കണ്ടോ, വേർത്ത് കുളിച്ച്. തൊട്ട്
എല്ലാവരും ഓരോ ഗ്രൂപ്പുകളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക, കഥ പറയുക. വീഴല്ലേ വീഴല്ലേ, നോക്കി അകത്തോടണ്ട നന്ദൂസേ, മോനെ അകത്തോടണ്ട, തെന്നും ടൈൽസ്. അതെങ്ങനെ ഇപ്പൊ ഇതിനോട് പറയാൻ പറ്റുമോ? ഓ എന്നാ പിന്നെ കുറച്ച് കൂടെ 2-3 പ്രാവശ്യം എടുക്കും. നന്ദു ആൻഡ് കവിത വ്ളോഗ്സ്. നന്ദു ദോ ഇതാണ് നന്ദു, ഇതല്ല ഇത്. നീ അക്കുട്ടേട്ടനെ വിളിച്ചില്ലേ? അവൻ പിന്നെ പ്രശാന്തിന്റെ കൂടെ ഒക്കെ ആയിരിക്കും. അപ്പൊ നിന്റെ ചേട്ടനാ പിള്ളേരല്ലേ? കൊള്ളാം കൊള്ളാം. എന്തൊക്കെയാടാ കഴിക്കാനുള്ളത്? ചപ്പാത്തിയും ഗോപിയും അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കറിയും പിന്നെ വേറെ കുറുമയുണ്ട്, അത് ഞാൻ എടുത്തില്ല. ചമ്മന്തി ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇട്ടതാ അല്ലേടാ? നീ എന്തോ, നിനക്ക് കുറുമ ഉണ്ടായിരുന്നോ? കോളിഫ്ലവർ മാത്രം മതിയോ? അവൻ പറഞ്ഞതാ ഇത് ചമ്മന്തിയാ. എടാ നിനക്ക് കുറുമ ഉണ്ടായിരുന്നോടാ? എടാ ഇതാരാന്ന് നിനക്ക് മനസ്സിലായോ? ഇത് പ്രശാന്ത് ഏട്ടൻ്റെ ചേച്ചിയുടെ മോനാ. അതാരാന്ന് മനസ്സിലായോ? ഇവരെ രണ്ടുപേരും അതാരാണെന്നറിയാമോ? ഇവന്റെ അപ്പന്റെ മക്കളാ. കണ്ണു ചപ്പാത്തി, കോളിഫ്ലവർ, കുറുമ, ചമ്മന്തി. ഹായ് ചേച്ചി വന്നു നാളെ. എടാ മോനെ, ഈ കളിയുടെ പേരെന്തോ എന്ന് പറഞ്ഞ? റെഡ് ലൈറ്റ് എന്ന് പറയുമ്പം നിൽക്കണോ? ഈ സൈഡിൽ ഇരിക്കുന്നവരെ കിട്ടത്തില്ല. തണുത്ത വെള്ളം, തണുത്ത സാമ്പാർ, തണുത്ത വെള്ളം ഉണ്ടോ? എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനിടയിൽ അവർ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ ഇനി നമുക്ക് പിന്നെ ഓഡിറ്റോറിയത്തിലോട്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർ കുഞ്ഞുങ്ങളെല്ലാം കൂടെ സാധനം എടുക്കാൻ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ കഴിക്കുന്നിടത്തിരുന്ന് ഇതാണ് കണ്ണൻ, നാളത്തെ ഉപനയനം. അപ്പോൾ കണ്ണൻ്റെ അമ്മ ശ്രീദേവി, ഞങ്ങളുടെ ചേച്ചിയുടെ മോള്. അപ്പോൾ ഞാൻ ശ്രീദേവിയുടെ കയ്യിലോട്ട് ഫോൺ കൊടുത്തു. കാര്യം കുഞ്ഞുങ്ങൾ നല്ല രസമല്ലേ, കണ്ടോ? സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് എത്തിക്കണം. കിളിമാനൂർ SS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന പൂജാ സാധനങ്ങൾ, ഹോമത്തിനുള്ളത്, പിന്നെ ഉപനയനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ എത്തിക്കണമല്ലോ. വിളക്ക്, പലക, ഇതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും. അപ്പോൾ അത് മുകളിലത്തെ നിലയിലാണ് വെച്ചിരുന്നത്. അവിടുന്ന് കണ്ട കുഞ്ഞുങ്ങളെല്ലാവരും നല്ല ഉത്സാഹത്തോടെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് താഴെ കൊണ്ടുവന്നു.
എന്നിട്ട് ഇനി ഇവരെല്ലാം ഓഡിറ്റോറിയത്തിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഉത്സാഹമായിട്ട് എല്ലാവരും കൂടെ പോയി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് കാറിൽ കയറ്റി ഇനി അങ്ങ് നമുക്ക് ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് കാണാം. പിന്നെ അവരുടെ കളി ബാക്കി തുടർന്നു കേട്ടോ. കാരണം ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് അതെല്ലാം ഒതുക്കിയൊക്കെ വെച്ചിട്ട് വേണ്ടേ ഓഡിറ്റോറിയത്തിലോട്ട് പോകാൻ. അപ്പോൾ അതിന് വേണ്ടി അവർ ആ കിട്ടിയ സമയം അവർ ബാക്കി കളിക്ക് വേണ്ടി ഉപയോഗിച്ച് അങ്ങനെ അവരുടെ കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മുളയ്ക്കലത്ത് കാവിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഏത് ഫംഗ്ഷൻ കിട്ടിയാലും അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും എത്രയും നേരത്തെ എത്താവോ അത്രയും നേരത്തെ അവിടെ എത്തും. കാര്യം ഒരു നിമിഷം പോലും എല്ലാവരും കൂടുന്ന ആ ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ എല്ലാവരും വരുമ്പോഴത്തേക്കും സാധാരണ ഞാൻ ആദ്യം എത്താറുള്ളത്. ഇപ്രാവശ്യം എനിക്കതിന് പറ്റിയില്ല, വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരുവിധം നേരത്തെ വരാറുള്ള സെറ്റെല്ലാം എത്തിക്കഴിഞ്ഞായിരുന്നു. എന്നെ തള്ളിയിടുമെന്തോ. യോ കാറ്റൊന്നും വരല്ല, അത് വീഴും. അവള് കളിക്കുക, ഇതാ കളി. കൈ താഴെ ഇടിച്ചു. പോട്ടെ പോട്ടെ, തൂത്ത് പോയി കേട്ടോ. നോക്കി അവളാണ് അനങ്ങാതെ നിന്നു. അവളെ ഇനി ചിരിപ്പിക്കാനൊന്നുമില്ല, അവൾ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അമ്പിളിമാമൻ അങ്ങനെ ചേട്ടന്മാരുടെ കൂടെ നമ്മുടെ മിന്നിക്കുട്ടിയും വന്നു കളിക്കാൻ കേട്ടോ. അവൾക്ക് ചേട്ടന്മാരെല്ലാം കളിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് അവരുടെ കൂടെ കളിക്കണം. അങ്ങനെ അതിനിടയിൽ കൂടെ ഒക്കെ അവരാണെങ്കിൽ നോക്കുന്ന പോലും ഇല്ല, കുഞ്ഞതിനിടയിൽ കൂടെ ഒക്കെ പോകുന്നു. അവളെ പിടിച്ചു നിർത്തിയിട്ട് അവൾ വന്നുമില്ല. ഇതെന്താണെന്നറിയാമോ, എനിക്ക് ഇവിടെ ഓലക്കുട കണ്ടു. അപ്പം നമ്മുടെ ഉപനയനത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ എനിക്ക് ഓലക്കുട കണ്ടപ്പോൾ എനിക്കൊരു ഷോർട്സ് വീഡിയോ എന്തെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ രാധാമണി ചേച്ചി, നമ്മൾ എന്താ പറഞ്ഞാലും പിന്നെ ചേച്ചി നമുക്ക് സപ്പോർട്ടാണല്ലോ. അപ്പോൾ ചേച്ചി ഉടനെ ഞാൻ കുടയും കൊണ്ട് കിടക്കാം എന്ന് കവിത എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി എനിക്ക് വേണ്ടി പോസ് ചെയ്ത് തരുക കേട്ടോ. കണ്ടോ, ഓലക്കൊടയും കൊണ്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. കുറച്ച് നേരം ഞാൻ ചേച്ചിയുടെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പം ഞാനിത് ഷോർട്സായിട്ട് ഇടാം കേട്ടോ ചേച്ചി. കണ്ടോ
നല്ല അടിപൊളിയായിട്ട് എനിക്ക് വേണ്ടി കുറേ നേരം ഞാൻ അവിടെ നിന്ന് പാവത്തിനെ കുടയും പിടിപ്പിച്ച് കുറേ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇനിയും ഓഡിറ്റോറിയത്തിലോട്ട് എത്തണം. അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങളെല്ലാം മുകളിൽ നിന്ന് താഴെ എത്തി. അങ്ങനെ എല്ലാം കാറിനകത്താക്കി. ഇട്ടേക്കാം. നീ വരുന്നില്ലേ? വാ, ഞങ്ങള് പോകുന്നുണ്ട്. അയ്യോ ചേട്ടാ പോകുന്നു, ചുമ്മാ ഓഡിറ്റോറിയത്തിൽ പോകുന്നില്ലേ? എല്ലാരും കൂടെ പോവാന്ന് വെച്ചാ കൊടയും കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഓവർടേക്ക് ചെയ്തപ്പോലെ കണ്ണം വേറെ വഴി കാണിച്ചു. ആ തോന്നി. അമ്പലത്തിന്റെ മണ്ടേ കൂടെ കയറി പോണം. പറഞ്ഞു മാസമ്മ ഇങ്ങനെ കാണിച്ചേ. അങ്ങോട്ട് പോയല്ലേ? എടാ വെട്ട നിന്റെ മുഖത്തില്ലടാ. പിള്ളേരെല്ലാം കൂടെ സാധനം എല്ലാം പെറുക്കി അകത്തോട്ടുണ്ട്. ചവരരെ കൊണ്ടാകാവുന്നത് നമ്മുടെ നന്ദൂസ് പഠിക്കട്ടെ. പിള്ളേരൊക്കെ ഓരോന്ന് ചെയ്ത് പഠിക്കട്ടെ, സഹായിച്ച് പഠിക്കട്ടെ. ഫോൺ കാണത്തില്ലല്ലോ. താഴെ കളയാതെടാ കുട്ടപ്പ. ആ അതാ കെട്ടിയിട്ടില്ലായിരുന്നു കാണും. അത് പൊതിഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ വെറുതെ. അതാ ദോ രാമാഞ്ഞോട്ട ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ആ ഓ നീ ജോലി ചെയ്യുന്ന പടം, അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം. ആ അതെ അടുത്ത ആള്. ആ കണ്ട കണ്ടാ പേരപ്പം ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട്. നമ്മുടെ റോഡ് അവരവിടുത്തെ കളി ഇങ്ങോട്ട് ഓഡിറ്റോറിയത്തിലോട്ട്
പാചകക്കാർക്കുള്ള അത്താഴമായിട്ട് പോവാം. ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനും ഒക്കെ. അപ്പോൾ അങ്ങനെ തലേ ദിവസത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായി. പിന്നെ പിറ്റേ ദിവസമുള്ള ഉപനയനവും ചടങ്ങുകളും അന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും നമ്മുടെ കുട്ടികളുടെ കളിയും രസവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഫാമിലിയിലൊക്കെ ഇതുപോലത്തെ ഫംഗ്ഷനുകളും ഇങ്ങനത്തെ ഒത്തുചേരലും അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക അനുഭവമാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടാറുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഹരിക്കുട്ടൻ കണ്ടാവും ബോറടിച്ച് നിൽക്കുമായിരുന്നേ. കാര്യം എല്ലാം കൊച്ചു കൊച്ചു പിള്ളേരല്ലേ, അവരവിടെ കളിക്കുമായിരുന്നു. അപ്പോഴാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് അവന് അവസരം കിട്ടി. അവന് ഭയങ്കര സന്തോഷമായി. കാര്യം അവനിങ്ങനെ ബോറടിച്ച് ഇരിക്കുമായിരുന്നു. കുറേ നേരം മൊബൈൽ കണ്ടു കഴിയുമ്പോൾ അത് മടുക്കും അങ്ങനെ. അപ്പോൾ ഇതവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ സഹായിക്കുക, ഇതിനെല്ലാം വേണ്ടുന്ന എല്ലാം ഒരുക്കി വയ്ക്കുക. അവനിതൊക്കെ അറിയുകയും കൂടെ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് അവന് ഒരു പ്രത്യേക ഉത്സാഹവും താല്പര്യമൊക്കെയാണ് അവനങ്ങനെ അതിനു വേണ്ടി കണ്ടോ എല്ലാം അടുക്കി വെച്ച്. ഇത് നാളെ ഹോമം നടത്തുന്നതിനുള്ള ഹോമകുണ്ടമാണ്. അപ്പോൾ അതെല്ലാം അവന് സെറ്റാക്കി എല്ലാം അടുക്കി വെച്ചു. പിന്നെ ദർഭപ്പുല്ലെല്ലാം മുറിച്ച് അതും എല്ലാം സെറ്റാക്കി. അപ്പോൾ അവന് സമയവും പോയി, അവന് ഭയങ്കര സന്തോഷമായി. കാര്യം കുഞ്ഞു പിള്ളേരുടെ കൂടെ എന്തോ കിടന്ന് കളിക്കാനാണ്. പിന്നുള്ളത് വലിയ വലിയ പേരപ്പന്മാർ അപ്പന്മാരൊക്കെ അല്ലേ, അവരോടെന്തോ സംസാരിക്കാനാണ്. പിന്നെ കുറേ നേരമൊക്കെ ചേച്ചിമാരുടെ കൂടെ ഒക്കെ ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവനിങ്ങനെ ഈ ഒരു അവസരം കിട്ടിയത്. ഞാനങ്ങനെ അവരവിടെ ഒരുക്കുന്ന എല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പിറ്റേ ദിവസത്തേക്കുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം ഓരോന്നും വെക്കേണ്ട രീതിയിൽ കണ്ടോ. അവരെല്ലാവരും കൂടെ നമ്മുടെ സ്റ്റേജെല്ലാം റെഡിയാക്കി എടുത്തു. അതാ എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ എല്ലാവരുമായിട്ടിരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത്. കാര്യം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എന്നെ അങ്ങനെ അധികം കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും വീഡിയോ എടുത്തു തരാൻ കിട്ടുന്ന അവസരത്തിൽ ഞാൻ എൻ്റെയും കൂടെ വീഡിയോ അവരെ കൊണ്ടങ്ങ് എടുപ്പിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ശരിക്കും അടിച്ചു പൊളിച്ചു കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ടിങ്ങനെ എല്ലാവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് തലേ ദിവസം ആയാലല്ലേ പറ്റൂ. പിറ്റേ ദിവസം നല്ല തിരക്കായിരിക്കും, എല്ലാവരും വരുമല്ലോ. അത് കാരണം ഞങ്ങൾ കിട്ടിയെടുത്തോളം സമയം ശരിക്കും ആസ്വദിച്ച് പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. 10 മണിയൊക്കെ ആയി ഞങ്ങൾ തിരിച്ചു പോയപ്പോഴത്തേക്ക്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒരു ദിവസം. എല്ലാവരും നല്ല വീഡിയോ എടുക്കാനൊക്കെ നല്ല സഹകരണമായിരുന്നു കേട്ടോ. ആരും അങ്ങനെ വീഡിയോ എടുക്കണ്ട ഒന്നും പറഞ്ഞില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഉത്സാഹത്തോടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് പേരും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ വന്നുള്ളൂ. നമ്മുടെ ഗേൾസ് ടീമൊന്നും വന്നില്ലായിരുന്നു. അങ്ങനെ അവരൊക്കെ പിന്നെ പതുക്കെ വന്നു കണ്ടോ. അപ്പോൾ കിട്ടിയവരെയൊക്കെ വെച്ച് ഞാനിങ്ങനെ ഒക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ സെൽഫി വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കും. പിന്നെ അവിടെ സ്റ്റേജിൽ ഭയങ്കര വെട്ടമായിരുന്നുകൊണ്ട് തിരിഞ്ഞ് നിന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക സ്റ്റേജിലെ വെട്ടമൊക്കെ, കാരണം സ്റ്റേജിലുള്ളവരൊന്നും മുഖമൊന്നും നേരെ കിട്ടത്തില്ല. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാൻ താഴെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു. സ്റ്റേജിൽ നല്ല ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ ഈ സമയം ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ താഴെ ഇരുന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു കണ്ടു. എല്ലാവരും കൂടെ ഒരു രസം, കൂടുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ഇനി പിറ്റേ ദിവസമാണ് നമ്മുടെ പ്രധാന ചടങ്ങ്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരുപാടാവത്തില്ലേ. അതുകൊണ്ട് ഞാൻ ഉപനയനത്തിൻ്റെ പിന്നെ രാവിലത്തെ തൊട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ അതേ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങളിനി വന്ന കുഞ്ഞുങ്ങളൊക്കെ ഒരു കാറിലാണ് വന്നത്. അപ്പോൾ അവരെല്ലാവരെയും കൂടെ ഒറ്റ കാറിൽ കണ്ടോ എല്ലാവരും അതിനകത്തോട്ട് കയറുന്ന മേളമാണ്. എല്ലാവരെയും തിരിച്ച് വീടുകളിൽ എത്തിക്കണ്ടേ, എല്ലാത്തിനെയും പിടിച്ചു കിടത്തി ഉറക്കണം. അതൊരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. കാര്യം ഇവർക്ക് കളിക്കാനുള്ള മൂഡല്ലേ എല്ലാവരും കൂടെ കാണുമ്പോൾ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചെല്ലാത്തിനെയും ഉറക്കാൻ കിടത്തി. കാര്യം പിറ്റേ ദിവസം വെളുപ്പിനെ എണീക്കണം, നമുക്ക് രാവിലെ എണീച്ച് കുളിച്ചൊരുങ്ങി വരാനുള്ളതല്ലേ. അങ്ങനെ എല്ലാവരെയും കണ്ടോ അടുക്കി കാറിനകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ തലേ ദിവസത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും മുഴുവനായും കണ്ടെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോകൾ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും വേണേ. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളും ഉപനയന കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.